വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് ജനിച്ച് 14 വർഷങ്ങൾക്ക് ശേഷം ചോറൂണ് നടത്തുന്നു, അതും പഠിക്കുന്ന സ്കൂളിൽ വെച്ച്. അത് മാത്രമല്ല, ഈ ചോറൂണ് നടത്താത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് വീട്ടുകാരും ഇതുവരെയായിട്ടും ചോറ് കൊടുത്തിട്ടില്ല. ഈ 14 വർഷം ചോറ് എന്താണെന്ന് പോലും ആ കുട്ടി രുചിച്ച് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കൗതുകം തോന്നിയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധാരണ കുട്ടികളുടെ ചോറൂണിന് പ്രതീക്ഷിക്കാവുന്ന ബഹളങ്ങളോ കരച്ചിലോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ചോറൂണ് നടത്തുന്നത് ഒരു 14-കാരനാണ്. ഈ 14-ാം വയസ്സിലെ ചോറൂണിന് പിന്നിലും ഒരു കഥയുണ്ട്. തമിഴ്നാട്ടിൽ ജനിച്ച വിഷ്ണുവിന്റെ ചോറുണ്ണൽ ചടങ്ങ് കുട്ടിക്കാലത്ത് നടത്താൻ പല കാരണങ്ങൾ കൊണ്ടും കുടുംബാംഗങ്ങൾക്ക് സാധിച്ചില്ല. പിന്നാലെ കുടുംബം പാലക്കാട്ടേക്ക് താമസം മാറി. പഴനിക്കപ്പുറമുള്ള കുലദൈവ ക്ഷേത്രത്തിൽ പോയി ചടങ്ങ് നടത്താൻ തീരുമാനിച്ചെങ്കിലും അപ്പോഴും പലവിധ തടസ്സങ്ങൾ. ഇതിനിടെ വിഷ്ണു വളർന്നെങ്കിലും ചടങ്ങ് നടത്താത്തതിനാൽ രക്ഷിതാക്കൾ മകന് ചോറ് മാത്രം നൽകിയില്ല, ചപ്പാത്തിയായിരുന്നു കൂടുതലും. ഇതിനിടെ വിഷ്ണു പഠിക്കുന്ന പാലക്കാട് RB കുടം GUP സ്കൂളിലെ അധ്യാപകർ വിഷ്ണു ഇതുവരെ ചോറ് കഴിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ തന്നെ ചോറൂണ് നടത്താൻ അധ്യാപകർ തീരുമാനിച്ചു. സ്കൂളിന് സമീപം താമസിക്കുന്ന 80 വയസ്സുള്ള മാണിക്കമ്മാളാണ് ഇലയിൽ ചോറ് വിളമ്പി വിഷ്ണുവിന് ആദ്യ ഉരുള ചോറ് നൽകിയത്. പ്രിയ വിദ്യാർത്ഥി ആദ്യമായി ചോറുണ്ണുന്ന സന്തോഷത്തിൽ അധ്യാപകർ സ്കൂളിൽ പായസ വിതരണവും നടത്തി. അങ്ങനെ 14-കാരൻ വിഷ്ണുവിന് ഒടുവിൽ സ്കൂളിൽ ചോറും. വളരെ കൗതുകം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണല്ലേ. നമ്മുടെ 14 വയസ്സ് വരെ നമ്മുടെ വിഷ്ണു മറ്റേ എന്താ പറയാ, ചോറിന്റെ രുചി പോലും അറിയാതെ ആണ് വളർന്നതെന്ന് പറയുന്നത്. അതും കേരളത്തിൽ ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം ചോറ് നടത്താതിരിക്കുന്ന പലരും ചെറിയ ബേബി ഇരിക്കുമ്പോൾ നടത്താൻ പറ്റാതെ കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നടത്തണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനു വേണ്ടി ചോറ് കൊടുക്കാതിരിക്കുക, അത് ഇത്രയും 14 വർഷം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പം അത് മനസ്സിലാക്കിയ സ്കൂൾക്കാർ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന സ്കൂളിൽ വെച്ച് തന്നെ ആ ചോറൂണ് ചടങ്ങ് നടത്തുക. ആ കുട്ടി ആ ചോറ് രുചി അറിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആവില്ലേ, ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ വരില്ലേ. അത് അവൻ അത് കഴിക്കുമ്പോൾ അവർ ഇങ്ങനെ മാരി കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലത് ഉണ്ട്. ഇതാണല്ലേ അപ്പം ചോറ് ഇത്രയും നാൾ ഞാൻ കഴിക്കാതിരുന്നത് എന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു സംഭവം കേട്ടപ്പോൾ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.